എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ചെറിയ യാത്ര പോവാണ്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല, ഒരു 8ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിന്റെ ഉള്ളിലേക്കാണ് ഈ യാത്ര. ഒരു സ്കൂൾ പുസ്തകം അത്രയല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. സത്യത്തിൽ ഇത് നമ്മുടെ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും ഒക്കെ ഒരു നിധി ഒളിപ്പിച്ചു വെച്ച പെട്ടി പോലെയാണ്. അപ്പോൾ നമുക്ക് ആ നിധി തുറന്നു നോക്കിയാലോ? ഈ പുസ്തകത്തിലെ ഓരോ കവിതയ്ക്കും കഥയ്ക്കും നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു 8ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന ആ പുസ്തകമല്ലേ, അതിന്റെ ഉള്ളിൽ എന്തൊക്കെ കാവ്യരഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും. വെറുതെ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള കുറേ വരികൾ മാത്രമാണോ അത്? അല്ല, ഇന്ന് നമ്മൾ അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ പുസ്തകം മറിച്ചു നോക്കിയാലേ കവിതയുണ്ട്, ഗദ്യമുണ്ട്, കഥകളുണ്ട്, അങ്ങനെ സാഹിത്യത്തിന്റെ ഒരുപാട് രൂപങ്ങൾ കാണാം. ഒക്കെ നല്ല രസമുള്ളവയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മലയാള കവിതയ്ക്ക് അടിത്തറയിട്ട, ശരിക്കും പറഞ്ഞാൽ 2 ഇതിഹാസങ്ങളെക്കുറിച്ചാണ്. അപ്പം നമ്മുടെ ഈ സാഹിത്യയാത്ര നമ്മൾ തുടങ്ങുന്നത് മറ്റാരിൽ നിന്നുമല്ല, മലയാള ഭാഷയുടെ പിതാവ് എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന ആ മഹാനിൽ നിന്ന് തന്നെയാണ്. തുഞ്ചത്തെഴുത്തച്ഛന്റെ വനത്തിലേക്ക് എന്ന കവിതയിലെ ഈ വരികൾ കേട്ടുനോക്കൂ. നാളെ പുലർക്കാലെ പോകുന്നതുണ്ട് ഞാൻ നാളികനേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. എന്ത് ഉറച്ച തീരുമാനമാണല്ലേ! തന്റെ ചേട്ടനായ ശ്രീരാമനെ കാട്ടിൽ നിന്ന് തിരികെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഭരതന്റെ ആ ഒരു ദൃഢനിശ്ചയമാണ് ഈ വാക്കുകളിൽ മുഴുവൻ. എഴുത്തച്ഛനെ എന്തിനാണ് മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നതെന്നറിയാമോ? വെറുതെയല്ല. കാരണം 16ാം നൂറ്റാണ്ടിൽ രാമായണവും മഹാഭാരതവുമൊക്കെ സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റാത്ത സംസ്കൃതത്തിലായിരുന്നു. എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് എന്നൊരു എളുപ്പമുള്ള രീതിയിലൂടെ ഈ വലിയ കഥകളെല്ലാം സാധാരണക്കാരായ നമ്മുടെയൊക്കെ വീട്ടിലെത്തിച്ചത്. അതൊരു വിപ്ലവം തന്നെയായിരുന്നു ശരിക്കും. അതുകൊണ്ടാണ് ഇന്നും മലയാളം പഠിച്ചു തുടങ്ങുന്ന ഏതൊരു കുട്ടിയും ആദ്യം എഴുത്തച്ഛനെപ്പറ്റി പഠിക്കുന്നത്. ഈ കവിതയുടെ സാഹചര്യം വളരെ ലളിതമാണ്. പക്ഷെ അതിന്റെ ആശയം വളരെ വലുതാണ്. സഹോദര സ്നേഹത്തിന്റെയും ഒരു കടമയുടെയും ഒക്കെ കഥ. ഈ ഒരു ആശയം നൂറ്റാണ്ടുകളായി നമ്മുടെയൊക്കെ മനസ്സിലൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട്, അല്ലേ? അപ്പോ എഴുത്തച്ഛൻ നമ്മളോട് സംസാരിച്ചത് വലിയ ഇതിഹാസ കഥകളിലൂടെയാണ്. എന്നാൽ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വേറൊരു കവി, അദ്ദേഹം വിരൽ ചൂണ്ടിയത് ജീവിതത്തിലെ വലിയ വലിയ തത്വങ്ങളിലേക്കാണ്. ആ ആളാണ് പൂന്താനം. പൂന്താനത്തിന്റെ ഈ വാക്കുകളൊന്ന് കേട്ടുനോക്കൂ. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിലൊരു കാലം. എന്ത് സത്യമാണല്ലേ! എത്രയൊക്കെ കിട്ടിയാലും മതിവരാത്ത മനുഷ്യന്റെ മനസ്സിനെ ഇതിലും ലളിതമായി എങ്ങനെയാ പറയാൻ പറ്റുക? നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ വാക്കിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇന്നും ഇത് വളരെ ശരിയാണ്. ഒരു ഭക്തകവിയായിരുന്നു പൂന്താനം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ജ്ഞാനപ്പാന, അതായത് ജ്ഞാനത്തിന്റെ പാട്ട്. വലിയ ഫിലോസഫിയൊക്കെ സാധാരണക്കാരന് മനസ്സിലാവുന്ന, അവർക്ക് ചുണ്ടിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന പോലെയാക്കി അദ്ദേഹം മാറ്റി. അദ്ദേഹത്തിന്റെ ഓരോ വരിയും ജീവിതത്തെപ്പറ്റി നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കും. അപ്പോൾ ഒരു ചോദ്യമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ ഈ കവിതയ്ക്ക് ഇന്നത്തെ കാലത്ത് എന്ത് പ്രസക്തിയാണുള്ളത്? കാരണം വളരെ സിമ്പിളാണ്. പണത്തോടും സമ്പത്തിനോടുമുള്ള മനുഷ്യന്റെ ആർത്തിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ആശയം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്നത് വെറുമൊരു കവിതയല്ല, ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ പാഠം കൂടിയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യം വരും. എന്തിനാണ് ഈ കവിതകളൊക്കെ ഈ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്? വെറുതെ കുറച്ച് കവികളെ പരിചയപ്പെടുത്താനാണോ? എന്താണിതിൻ്റെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം? അതിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഈ കവിതകളൊന്നും വെറുതെ കാണാതെ പഠിച്ച് പരീക്ഷയ്ക്കെഴുതാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഒന്നാമതായി അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പഠിക്കണം. പിന്നെ ഈ വരികളിലൂടെ നമ്മുടെ ചരിത്രവും സംസ്കാരവും എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഭാഷയ്ക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന് തിരിച്ചറിയണം. ഏറ്റവും പ്രധാനമായി ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്കുള്ളിലുള്ള ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകതയെ ഒന്ന് പുറത്തുകൊണ്ടുവരണം. ഇതിനൊക്കെയാണ് ഈ പാഠങ്ങൾ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമുണ്ട്. വാക്കുകൾക്ക് കാലത്തെയും തലമുറകളെയുമൊക്കെ അതിജീവിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. ഈ കവിതകളൊന്നും വെറും അക്ഷരങ്ങളോ ക്ലാസ്സിലെ പാഠങ്ങളോ അല്ല. ശരിക്കും പറഞ്ഞാൽ അത് തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുത്തച്ഛനും പൂന്താനവും എഴുതിവെച്ച വാക്കുകൾ ഇന്നത്തെ ഒരു 8ാം ക്ലാസ്സുകാരൻ്റെ മനസ്സിൽ പുതിയ ചിന്തകളുണ്ടാക്കുന്നു. ഇതിനെയാണ് നമ്മൾ നമ്മുടെ സാംസ്കാരിക പൈതൃകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു നിർത്തുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠിച്ച ഏതെങ്കിലും ഒരു കവിത അല്ലെങ്കിൽ അതിലെ 1ഓ 2ഓ വരി ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഓർമ്മയുണ്ടെങ്കിൽ അതുതന്നെയാണ് സാഹിത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി. അത് കാലം മായ്ക്കാത്ത ഒന്നാണ്.